പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, ക്രൈസ്റ്റ് മെന്റാലിറ്റി, അതായത് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന നമ്മുടെ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ മനോഭാവത്തെ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 4-ാം അധ്യായത്തിൽ യേശു മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞ് അവൻ സിനഗോഗിലെത്തി. സിനഗോഗിൽ വെച്ച് അവൻ തന്നെക്കുറിച്ച് തന്നെയുള്ള യേശയ പ്രവചന ഗ്രന്ഥം വായിച്ചു. അവൻ സംസാരിച്ച് കഴിയുമ്പോൾ ആൾക്കാർ അവനെതിരെ പിറുപിറുക്കുന്നുണ്ട്, അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർക്കിടയിലൂടെ യേശു സമാധാനത്തിൽ പുറത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സാബത്തിൽ 31-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: അടുത്ത സാബത്തിൽ അവൻ വീണ്ടും സിനഗോഗിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആൾക്കാർ വിസ്മയഭരിതരായി പരസ്പരം ചോദിക്കുന്ന ഒരു വാക്കുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഇതെന്ത് പ്രബോധനമാണ്? കാരണം യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അവർ സംസാരിക്കേണ്ടതിൻ്റെ കാരണം, അതുവരെയുള്ള യഹൂദ റബ്ബിമാർ അവരുടെ പ്രബോധനത്തിൽ അധികാരമില്ലായിരുന്നു. എന്നാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: അധികാരത്തോട് കൂടിയുള്ള സംസാരമായിരുന്നു യേശുവിൻ്റെത്. അവൻ്റെ വചനം അധികാരത്തോട് കൂടിയായിരുന്നു. ആൾക്കാർ അത്ഭുതപ്പെട്ടു. ഈ അധികാരത്തോട് കൂടിയുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവിക്കുന്നത്, ആ സിനഗോഗിൽ കൂടിയിരുന്നതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ്, ആ യുവാവിനെ അവൻ പിശാച് ബാധിച്ചവനായിരുന്നു. കൃത്യമായി യേശുവിലുള്ള ദൈവിക അധികാരം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ആ അധികാരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ യുവാവിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന, വർഷങ്ങളായി അവനെ ആവേശിച്ചിരുന്ന ദുരാത്മാവ് പൊടുന്നനെ വെളിപ്പെട്ടു. ആ ദുരാത്മാവ് ചോദിക്കുന്നത് എങ്ങനെയാണ്: മനുഷ്യപുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? യേശു പിന്നെ അവനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഒരു കഥയും കർത്താവ് പിന്നെ പറഞ്ഞില്ല. അവനെ കൊണ്ട് നീ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എത്ര കാലമായി ഇവിടെ ഉണ്ട്, അതൊന്നും യേശു ചോദിക്കുന്നില്ല. യേശു പറഞ്ഞത് ഒന്ന് മാത്രം: നിശബ്ദനാകുക, ശബ്ദിക്കരുത്, അവനെ വിട്ട് പുറത്തു പോകുക. യേശുവിന്റെ സ്വഭാവം ഇതായിരുന്നു, ക്രിസ്തുവിന്റെ മനോഭാവം ഇതായിരുന്നു. അധികാരത്തോടു കൂടി അവൻ ആരായിരുന്നു എന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ എന്തിനാണ് വന്നതെന്ന് അവന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അവനെ കാണാൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടുവെങ്കിലും യേശുവിന് നന്നായി അറിയാം, ഞാൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, ഞാൻ ദൈവമാണ്. ദൈവിക അധികാരം എൻ്റെ മേലുണ്ട്. ഞാൻ ആ അധികാരത്തിലാണ് ജീവിക്കേണ്ടത്. ആ അധികാരം ദൈവത്തിൻ്റെ മക്കളോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഭയത്തിൽ കഴിയുന്ന ജനത്തെ, അടിമത്തത്തിനകത്ത് കിടക്കുന്നവരെ ദൈവിക സ്വഭാവത്തിലേക്ക്, ആ ദൈവിക അധികാരത്തിലേക്ക് അവരെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് തൻ്റെ കർത്തവ്യമെന്നും യേശുവിന് നന്നായി അറിയാമായിരുന്നു. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ, യേശുവിൻ്റെ മെൻറ്റാലിറ്റിയുടെ, ആ ക്രൈസ്റ്റ് മെൻറ്റാലിറ്റിയുടെ ഒന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് അധികാരം. ഒരു തിന്മയ്ക്കും കോംപ്രമൈസ് ആകാതെ, ഒരു പൈശാചിക ബാധകളെ കണ്ടു കഴിഞ്ഞാലും ഭയപ്പെടാതെ, ഒരു അശുദ്ധാത്മാവിൻ്റെ മുൻപിലും അടിപതറാതെ, ഒരു തിന്മകളുടെ മുൻപിലും, ഒരു പാരമ്പര്യ ശാപങ്ങളുടെ മുൻപിലും, നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു വരുന്ന ഒരു തിന്മയുടെ മുമ്പിലും വിട്ടുകൊടുക്കാതെ അതിൻ്റെ മുൻപിൽ ജയിച്ചു നിൽക്കുന്ന ദൈവിക അധികാരമാകുന്നു ക്രൈസ്റ്റ് മെന്റാലിറ്റിയുടെ ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ അവൻ വെളിപ്പെടുത്തിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തൻ്റെ ദൈവിക അധികാരം. താൻ ആരാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ അവൻ ജീവിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ക്രൈസ്തവ സ്വഭാവത്തിനകത്ത്, ഈ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിനകത്ത് നമുക്ക് ജീവിക്കാം. യേശു ജീവിച്ചതുപോലെ അധികാരത്തോടെ, ഒന്നിൻ്റെ മുൻപിലും കീഴ്പ്പെട്ടു കൊടുക്കാതെ, ഒരു മാനുഷിക അധികാരങ്ങൾക്കും കീഴ്പ്പെടാതെ, ഒരു പൈശാചിക അധികാരങ്ങൾക്കും കീഴ്പ്പെടാതെ ദൈവിക അധികാരത്തോടെ ജീവിക്കുക. അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.